ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേഷ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അതായത് വിഷു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മാമ്പഴ പുളിശ്ശേരി വയ്ക്കാനായിട്ട് നോക്കുകയാണ്. നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന്, അവരുടെ വീട്ടിലുണ്ടായിട്ടല്ല, അവർക്ക് എവിടുന്നോ കൊണ്ട് കിട്ടിയ ആ മാങ്ങയിൽ നിന്ന് നമുക്കും തന്നിരുന്നു. അത് വെച്ചിട്ടാണ് പഴമാങ്ങ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോഴുണ്ടല്ലോ, ഇത് കരിക്കും വെള്ളമാണ്. രമേശ് ചേട്ടൻ കരിക്ക് വെട്ടിയും കഴിഞ്ഞിട്ട് വെള്ളം തരുന്നതാണ് കേട്ടോ. അപ്പോൾ രമേശ് ചേട്ടൻ്റെ ഫ്രണ്ട് സതീശൻ ചേട്ടൻ 2 കരിക്കുകൾ രമേശ് ചേട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലൊരെണ്ണം എടുത്തും കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തണുപ്പായിരിക്കും. എന്നിട്ടാണ് ആ വെള്ളം കുടിച്ചത്. കരിക്ക് ഇങ്ങനെയായിരുന്നു. അത് കൊത്തി തിന്നാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. സ്പൂൺ കൊണ്ട് നല്ല നൈസാണെങ്കിൽ വടിച്ച് കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. ഇത് ഇത്രയും കൂടി ഉറച്ചല്ല, വെള്ളം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ നാളികേരമൊക്കെ അരച്ച് അതൊക്കെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് കുറച്ച് മോരും കൂടി ഒഴിച്ച് ശർക്കരയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാനതിൽ. അപ്പോൾ ആ മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടിയായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് മോരൊക്കെ ഒഴിച്ച് നമ്മൾ അതിൽ കടുകും ഉലുവയും വേപ്പിലയും കൂടി അങ്ങോട്ട് താളിച്ചങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ബാക്കി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകണം. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അനിയത്തി കുട്ടിയൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ വടമയിൽ നിന്ന് നമ്മുടെ പായമല സ്വന്തം വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചെയറൊക്കെ ഇട്ട് മുറ്റത്ത് ചെയറൊക്കെ ഇട്ടും കഴിഞ്ഞ് ഇരുന്ന് ഞാൻ വെള്ളമൊക്കെ കുടിക്കുകയാണ് കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനവും സന്തോഷം ഒന്നും പറയണ്ട. അതൊരു പ്രത്യേകത തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഓണം, വിഷു, ഉത്സവം ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അനിയത്തിയുടെ മോൾ തുമ്പിക്കുട്ടിയാണ് ആ വണ്ടിയിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചെന്നതിന് ശേഷമാണ് കുട്ടികളൊക്കെ എത്തിയത് കേട്ടോ. അങ്ങനെ മിനിയും എത്തിയിട്ടുണ്ട്. മിനി നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്ക് നൈറ്റിയൊക്കെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവളുടെ ഫ്രണ്ടാണ് അത് തയ്ച്ചൊക്കെ കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും മാളയിൽ നിന്ന് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ റോഡിലൂടെ എൻ്റെ ഫ്രണ്ട് ബിന്ദു വണ്ടിയുമ്പോൾ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഓരോ വീട്ടിലും അങ്ങനെ തന്നെയാണ്. അവർ വിവാഹം കഴിച്ച് അയച്ചിരിക്കുന്ന മക്കളൊക്കെ ഇതുപോലെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ദിവസം കൂടിയാണല്ലോ വിഷു എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി അപ്പുറത്തെ വീട്ടിൽ അവർ വന്നോ ഇവർ വന്നോ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ പായ്മല എത്തിയതും ഭയങ്കര മഴക്കാരാണ് കേട്ടോ. ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട, ഇപ്പം മഴ പെയ്യും എന്നുള്ളൊരു അവസ്ഥയിലാണ്. വൈകിട്ട് ഒരു 3-3:30 ആകുന്ന സമയത്തൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇനി പെട്ടെന്ന് തന്നെ മുറ്റത്തുനിന്ന് അകത്തേക്ക് കയറി പോകേണ്ട സമയമായി. കാരണം നല്ല കാറ്റൊക്കെ വീശാൻ നിൽക്കുകയാണ്. വീട്ടിലാണെങ്കിൽ കൊള്ളിക്കിഴങ്ങ് സ്റ്റൂ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മഴയൊക്കെ പെയ്യാൻ പോകുന്ന ഒരു സമയം അല്ലെങ്കിൽ മഴയൊക്കെ നോക്കിയിരുന്നൊക്കെ കഴിക്കേണ്ട സാധനങ്ങളാണ് കൊള്ളിക്കിഴങ്ങൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മരങ്ങളായിരിക്കും എല്ലാവിടെയും. വീട് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ വലിയ മരങ്ങളും ചെടികൾ പോലും ഭയങ്കര പൊക്കത്തിലാണ് പോയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ്റൊക്കെ ഇങ്ങനെ വീശുമ്പോൾ എന്താ പറയുക, കാടിൻ്റെ ഉള്ളിൽ വീട് വെച്ചിരിക്കുന്ന പോലെയാണ് തോന്നാട്ടോ. അപ്പോൾ ബിന്ദുവിനെ വേഗം പറഞ്ഞയച്ചു കേട്ടോ ഞങ്ങൾ. അങ്ങനെ കൊള്ളിക്കിഴങ്ങൊക്കെ ഞാനും മിനിയും കൂടി കഴിച്ചു. പക്ഷെ ഭയങ്കര കാറ്റ് വന്നും കഴിഞ്ഞ് മഴ അങ്ങോട്ട് ശരിക്കും പെയ്തില്ല കേട്ടോ. തൂളി പോവാണ് ചെയ്തത്. പിന്നെ സന്ധ്യാസമയമായപ്പോൾ നമ്മൾ കമ്പിത്തിരിയും മേശപ്പൂവും ലാത്തിരി എല്ലാ സാധനങ്ങളും പിന്നെ പടക്കങ്ങളൊക്കെ പൊട്ടിക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്തത് മുത്തിനും ചിഞ്ചുനെയാണ് കേട്ടോ ഈ ഒരു സമയത്ത്. കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ വക കാര്യങ്ങൾ. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നീട് കുട്ടികളുടെ കാര്യം, അപ്പോൾ അവരെ വേഗം ഞാൻ വീഡിയോ കോളൊക്കെ വിളിച്ച് ഞങ്ങൾ കാണിച്ചൊക്കെ കൊടുത്തു കേട്ടോ ഞങ്ങളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ മുത്തിനും ചിഞ്ചുമൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അമ്മേ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക അത് ശരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരും ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിന്നു കേട്ടോ. അങ്ങനെ പിന്നെ തുമ്പിക്കുട്ടിക്കൊക്കെ ഇപ്പോൾ ധൈര്യം വെച്ചു കേട്ടോ. പടക്കമായാലും എന്തെങ്കിലും കാര്യങ്ങൾ മേശപ്പൂവൊക്കെ ആയാലും കത്തിക്കാനായിട്ട് കേട്ടോ. ഉണ്ടുവിന് പക്ഷേ പടക്കത്തിരി പേടിയുണ്ട്. ഉണ്ടു കൈകൊണ്ട് പടക്കമൊന്നും പൊട്ടിച്ച് വലിച്ചെറിയുക അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ. അതൊക്കെ ഞാനും തുമ്പിക്കുട്ടിയും കൂടിയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ മേശപ്പൂവൊക്കെ കത്തിച്ച് അത് കത്തിക്കുന്നതൊക്കെ ഇതിലങ്ങോട്ട് കറക്റ്റായിട്ട് കാണുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ നമ്മുടെ കമ്പിത്തിരിയൊക്കെ പല കളറുകളുണ്ടല്ലോ, റെഡും ഗ്രീനും അങ്ങനെയൊക്കെയുള്ള കളറുകളൊക്കെ ഉണ്ട്. അപ്പോൾ കാണാനായിട്ടൊക്കെ ഒരു നല്ല രസമാണ് കേട്ടോ. അങ്ങനെ എന്തിനു പറയണു, നമ്മുടെ മുറ്റൊക്കെ ഉത്സവപ്പറമ്പ് പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചിക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പടക്കം എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ല രസമുണ്ട് അത് പൊട്ടുന്നതും അതിൻ്റെ സൗണ്ടും ആ പിരിപിരിന്നനെ കണ്ടിട്ട് അത് പൊട്ടി വരുന്നത് കാണാനായിട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ
ഞാനത് കുറേ പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വിഷുവിന് വീട്ടിൽ പോയിട്ട് 3 ദിവസമെങ്കിലും അവിടെ നിൽക്കണം. അപ്പോൾ അങ്ങനെ വിചാരിച്ച് പോയി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെയാണെങ്കിലും ഓരോരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാതിരുന്നത്. എൻ്റെ ഫ്രണ്ട്സൊന്നും മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു തന്നെ. അപ്പോൾ ഇതാ പിറ്റേ ദിവസം രാവിലെ തന്നെ മീൻകാരൻ വന്നു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുന്നത് മീൻ വിളി കേട്ടിട്ടാണ് കേട്ടോ. അത്ര നേരത്തെ ഇങ്ങനെ എന്താ പറയുക 15 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ മീൻകാർ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങിയത് വാളയാണ് കേട്ടോ. കുറേ നാളായിട്ടോ വാളയൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ വടമയിൽ ഇത്തരം മീനുകളൊന്നും കിട്ടാറില്ല. ഇവിടെ അടുത്താണ് കേട്ടോ മതിലകം പുഴയൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റി മീനുകളൊക്കെ കൊണ്ടുവരും. അപ്പോൾ മീൻ വാങ്ങിയത് അമ്മയുടെ കയ്യിൽ കൊടുത്തും കഴിഞ്ഞിട്ട് അമ്മയാണ് പിടിച്ചിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിന്നാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തൊട്ടടുത്തുള്ള പായമൽ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ അവിടേക്കൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കിയിരിക്കുന്നത് റവ ഉപ്പുമാവ്, പപ്പടം, പഴം. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. പക്ഷെ അവർ വേറെയാണ് പുട്ട് കാര്യങ്ങളൊക്കെയാണ് മീനും പിള്ളേരൊക്കെ കഴിച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ പായമൽ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, എന്തൊരു ആഘോഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, നമുക്ക് ദൈവത്തിനെ മറന്നിട്ടുള്ള ഒരു കളിയില്ല. അതുകൊണ്ട് ഒന്ന് ഇവിടെ വരെ വന്നില്ലെങ്കിൽ നമുക്ക് എന്തോ ഭയങ്കര ഒരു വിഷമമായിരിക്കും കേട്ടോ. വന്നങ്ങോട്ട് ശത്രുഘ്നദേവൻ്റെ ഒരു അനുഗ്രഹം കിട്ടിയിട്ട് ആ ഒരു ദിവസം ആഘോഷിക്കുമ്പോൾ അതും കൂടി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെയാണ് കേട്ടോ മക്കളായാലും. മക്കളൊക്കെ പുറത്തേക്കൊക്കെ പോയെങ്കിലും ശത്രുഘ്നദേവൻ്റെ ഫോട്ടോ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഏതൊരു പ്രത്യേക ദിവസങ്ങളിലും അവരും പ്രാർത്ഥനയും പൂജയൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ഈ ആഘോഷങ്ങളിലേക്കൊക്കെ കടക്കാട്ടോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് കേട്ടോ. ഓരോ ദിവസവും തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ നമ്മൾ കൂലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് കേട്ടോ. അല്ലാതെ ഇന്ന ദിവസം പൊട്ട, ഇന്ന ദിവസം ചീത്ത അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കില്ല. എല്ലാ ദിവസവും നന്നാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് കേട്ടോ നമ്മൾ എന്നും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്ന് അറിയാം. എന്നാലും ഞാനിങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. ഈ മതിലൊക്കെ കാണാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഗേറ്റുമൊക്കെ സുദർശന ചക്രത്തിൻ്റെ ആ ഒരു ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ശത്രുഘ്നായ നമഃ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എഴുതിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ പുറത്തൊക്കെ ഇരുന്ന് ഒന്ന് മനസ്സൊക്കെ ഇങ്ങനെ തണുത്തതിന് ശേഷമാണ് കേട്ടോ അവിടെ നിന്ന് പോരാറുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഒഴിഞ്ഞ് കിടക്കാണ് രാവിലെയൊക്കെ വന്നതുകൊണ്ട് കേട്ടോ. കർക്കിടക മാസത്തിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല, അത്രത്തോളം ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇതാ ക്ഷേത്രക്കുളത്തിലാണെങ്കിൽ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. ഞാൻ അടുത്ത് പോയി പിടിക്കാതെ അകലെ നിന്നതുകൊണ്ടാണ് കേട്ടോ കറക്റ്റായിട്ട് കാണാത്തത്. പലതരം മീനുകളുണ്ട് കേട്ടോ. അത് ഒത്തിരി ഉണ്ട്. ഇവിടെ മീനൂട്ട് നടത്തുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ സ്റ്റെപ്പിൻ്റെ ഭാഗത്തായിട്ട് ഇവരിങ്ങനെ വന്ന് നിൽക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ക്ഷേത്രത്തിലൊക്കെ പോയി വന്നതിന് ശേഷം നമ്മളിതാ ചിക്കൻ വെക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇവിടെ അടുത്താണെങ്കിൽ ലിൻസൻ ചേട്ടൻ്റെ കടയൊക്കെ ഉണ്ട്, ചിക്കൻ കടയുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരും കേട്ടോ. നമ്മൾ വടമേലെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് വരുത്തണ്ട, അത്രയും അടുത്താണല്ലോ, നമുക്ക് പോയി വാങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചേട്ടൻ വീട്ടിലേക്ക് കൊണ്ടുതരാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിതാ പുറത്ത് അടുപ്പത്തൊക്കെ തീ കൂട്ടി ഉരുളിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ആക്കിയത്. അപ്പോൾ അങ്ങനെ വാളമീൻ കറിയും അതുപോലെ തന്നെ വറുക്കാനായിട്ടാണെങ്കിൽ കിളിമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇന്ന് 2ാം വിഷു എന്നാണ് പറയുക. അപ്പോൾ അതാഘോഷിച്ചത് കേട്ടോ. പിന്നെ നമ്മളിത് ആ ഒരു ഇല ചോറ് നമ്മുടെ അടുത്ത വീട്ടിലെ കുടുവിന് കൊടുക്കുകയാണ് കേട്ടോ. വടമേൽ അപ്പുറത്ത് സിംബ ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് കേട്ടോ. സിംബയുടെ അത്രയ്ക്ക് രോമങ്ങളില്ല എന്ന് തോന്നണം ഈ കുടുവിന് കേട്ടോ. അപ്പോൾ കുടുവിന് ഭയങ്കര ഇഷ്ടമാണ് എന്നെയും മിനിയും. കാരണം ഞങ്ങൾ എപ്പോൾ വന്നാലും ഇവൻ എന്തെങ്കിലും കൊടുക്കാതിരിക്കില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കനും മീനൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് ചോറൊക്കെ കൊടുത്തപ്പോൾ എന്താ ഇത്, അല്ലെങ്കിൽ ഉറക്കൊക്കെ കുരയ്ക്കുന്ന ആളായിരുന്നു ആദ്യമായിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ കേട്ടോ. ഇപ്പോൾ കുരയ്ക്കേ ഇല്ല, ചുമക്കിനെ പോലെ ഒരു ശബ്ദം ഉണ്ടാക്കുകയുള്ളൂ എന്നെ നോക്കൂന്നും പറഞ്ഞിട്ട്. അത്ര സ്നേഹമാണ് കുടുവിന് ഞങ്ങളോട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മിണ്ടാ പ്രാണികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ ചോറൊക്കെ അല്ലേ, അതൊക്കെ നമുക്ക് ഒന്ന് കൊടുക്കൊക്കെ വേണം അല്ലേ. നമ്മൾ തന്നെ എല്ലാം ഇങ്ങനെ എനിക്ക് എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് കഴിക്കരുത് അല്ലേ. നമ്മൾ ജീവിക്കുന്നതോടൊപ്പം തന്നെ സഹജീവികൾക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അപ്പോൾ വീട്ടിലിതാ പറമ്പിൽ ഇങ്ങനെ നടക്കാനായിട്ട് ഭയങ്കര
ഭയങ്കര ഇഷ്ടമാണ്. കാരണം ജാതിപ്പറമ്പാണല്ലോ. അപ്പോൾ അതാ ഒരുപാട് ജാതിക്കൊക്കെ പൊഴിഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിനി ഇങ്ങനെ അതൊക്കെ നോക്കി പറക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചില ജാതി മരം ഉണ്ടല്ലോ, 1-2 ഇങ്ങനെ ചെരിഞ്ഞൊക്കെ നിന്നിട്ട് അത് വെട്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇത്തിരി ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, തനി ഇരുട്ടായിരിക്കും. അത് നിൽക്കാത്ത സ്ഥലത്തൊക്കെ നല്ല ഇരുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഉണ്ടും തുമ്പിയൊക്കെ ഈ ജാതിയുടെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കായിരുന്നു. ഇനി പാടത്തേക്ക് പോവാമെന്നും പറഞ്ഞിട്ട് കുട്ടികൾ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പാടത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പാടമൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ എപ്പോൾ വീട്ടിൽ വന്നാലും അതെ, നമുക്ക് ഇത്തിരി സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പാടത്തൊക്കെ ഒന്ന് പോകും കേട്ടോ. അവിടെയൊക്കെ ഒന്ന് പോയിരുന്ന് ആ പച്ചപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെ ഈ പാടത്തേക്ക് വന്നപ്പോഴാണ് നമ്മൾ പോത്ത് കുളിക്കുന്നതൊക്കെ കണ്ടേ. പോത്തിൻ്റെ കുളിസീൻ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂട്ടുകാർ ചിലരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ കുറച്ച് നേരമൊക്കെ കിടന്ന് നടന്ന് നല്ല സന്തോഷമായിട്ടാണ്. അപ്പോൾ വെള്ളമൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഈ പാടം എന്ന് പറഞ്ഞാൽ ഈ ഇറങ്ങുന്ന ആ ഒരു സ്ഥലം ഇങ്ങനെ ഗ്രൗണ്ട് പോലെ കിടക്കായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്ത്. അതുകൊണ്ട് ഞങ്ങൾ സൈക്കിൾ ചവിട്ടൊക്കെ പഠിച്ചിരുന്നത് ഈ ഒരു സ്ഥലത്തായിരുന്നു. ഈ പോത്ത് നിൽക്കുന്നതിൻ്റെ ഇപ്പുറത്തുള്ള ഒരു സ്ഥലത്തൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ എന്തൊക്കെ സന്തോഷമാണ് തോന്നുന്നത് കേട്ടോ. അയ്യോ, അവിടെ ആദ്യമായിട്ട് സൈക്കിൾ ചവിട്ട് പഠിച്ചതല്ലേ, അങ്ങനെയൊക്കെ നമുക്ക് ഓർമ്മകളൊക്കെ വരും കേട്ടോ. അങ്ങനെ സൈക്കിൾ ചവിട്ട് പഠിച്ചതുകൊണ്ടൊക്കെ ആയിരിക്കും 2 വീലറൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഓടിക്കാനൊക്കെ പറ്റിയിരുന്നു കേട്ടോ. അപ്പോൾ പോത്ത് കണ്ടില്ലേ കുളിക്കുന്നത്. ഭയങ്കര ചൂടാണല്ലോ ഇപ്പോൾ. മഴക്കാരുണ്ട് എന്ന് പറഞ്ഞാലും പെയ്ത് വരുമ്പോൾ രാത്രിയാവുമല്ലോ. അപ്പോൾ രാവിലെ നേരം വെളുക്കുമ്പോൾ തുടങ്ങിയിട്ട് ഭയങ്കര ഒരു ചൂടും പുഴുക്കൊക്കെയാണ് നമുക്ക് തോന്നാട്ടോ. അപ്പോൾ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. 1-2 ദിവസമൊക്കെ പോകുന്നത് അറിയേയില്ല. എന്നാലും ഭയങ്കര ഒരു സന്തോഷമാണ് അവിടെ പോയി വന്നിട്ടുണ്ടെങ്കിൽ. കുറച്ച് നാൾ പിന്നെ നമുക്ക് ജീവിക്കാനുള്ള ആ ഒരു പോസിറ്റീവ് എനർജി അവിടെ നിന്ന് കിട്ടും. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും സ്വന്തം വീട്ടിൽ പോകുമ്പോൾ അല്ലേ. ഇനിയിപ്പോൾ സന്ധ്യാസമയമായിട്ടുണ്ട്. അമ്മ വീട്ടിൽ അടിച്ച് തെളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ മുറ്റടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തളിക്കും. അതൊക്കെ അമ്മയുടെ ഒരു ശീലങ്ങളാണ് കേട്ടോ. അപ്പോൾ പണ്ടേ അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. വിഷുവിൻ്റെ അന്ന് മുതൽ നമുക്ക് വീഡിയോ ഇടാനായിട്ട് സാധിച്ചിട്ടില്ല. ലോങ് വീഡിയോ ഒന്നും ഇടാനായിട്ട് സാധിച്ചില്ല കേട്ടോ. വീട്ടിൽ പോയതുകൊണ്ടും പിന്നെ ഓരോരോ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ പിന്നെ ഈ ആഴ്ച അങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്. ആരും മറന്നു പോകുകയൊന്നും ചെയ്യരുത് കേട്ടോ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം.